ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സേതുവിൻ്റെ പുതിയ വീടാണ്. സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് കമലയും അനൂപും മീരയും കൂടി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. മോള് പാല് കാച്ചിയായിരുന്നോ എന്ന് കമല ചോദിക്കുമ്പോൾ ഇല്ല അമ്മ പാല് വാങ്ങിച്ചായിരുന്നോ എന്ന് അർച്ചന ചോദിക്കുന്നു. അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് കമല. കമലയ്ക്ക് നല്ല ടെൻഷനും നല്ല വിഷമവും ഒക്കെ ഉണ്ട്. അതൊന്നും മറ്റുള്ളവർ അറിയിക്കാതിരിക്കാൻ വേണ്ടി പാവം അഭിനയിക്കുകയാണ്. പക്ഷേ ആ പാവത്തിന് അഭിനയിക്കാൻ കൂടി അറിയില്ലെന്ന് വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് സേതു മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് നെല്ലിശ്ശേരിയുടെയും അവന്തികയുടെയും കാര്യങ്ങൾ ധനുഷും സച്ചിയും സന്ദീപും ഒക്കെ കൂടി പറയുമ്പോൾ സേതു പറയുകയാണ്, അവിടുത്തെ കാര്യങ്ങളൊന്നും ഇനി ഇവിടെ ആരും സംസാരിക്കേണ്ട. ഇതാണിപ്പോൾ നമ്മുടെ വീട്. ഞാനും പതിയെ എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് സേതു തൻ്റെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സംശയിക്കേണ്ട, ഇനി അർച്ചന തന്നെ നിനക്കെതിരായി മുന്നിൽ തന്നെ കാണുമെന്ന് അനിരുദ്ധം പറയുമ്പോൾ ആരെക്കൊണ്ടും അഴിക്കാൻ പറ്റാത്ത കുരുക്കാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പോറ്റി പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അത് പോറ്റി സാറിന് അർച്ചനയെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ കേസ് എത്രയും പെട്ടെന്ന് കോടതിയിൽ എത്തിക്കാനായിരിക്കും അർച്ചന ശ്രമിക്കുന്നതെന്ന് അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുകയാണ്, അതിന് നമ്മൾ താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ മൂർത്തി, ഈ കേസ് കോടതിയിലെത്തിയാലേ നമ്മളുണ്ടാക്കിയ ആധാരങ്ങളെല്ലാം തന്നെ ഫേക്ക് ആണെന്ന് എത്രയും പെട്ടെന്ന് നല്ലൊരു വക്കീൽ കൂടി ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സാധിക്കും. ഉറപ്പായും സാധിക്കും. അതുകൊണ്ട് എന്ത് വില കൊടുത്താണെങ്കിലും ഈ കേസ് കോടതിയിലെത്താതെ നമ്മൾ നോക്കണമെന്ന് പോറ്റി വക്കീൽ പറയുന്നു. തുടർന്ന് അനിരുദ്ധം പറയുകയാണ്, വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് സ്വത്തുക്കളുടെ പകുതി എൻ്റെ പേരിൽ എഴുതി വെക്കാം. സ്വത്തുക്കൾ ഒരു കൈമാറ്റം കൂടി നടന്നാൽ അത് പിന്നെ കണ്ടെത്തുക അത്ര എളുപ്പമൊന്നുമല്ല. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, തൽക്കാലം അതൊന്നും വേണ്ട. ഇതെല്ലാം എൻ്റെ അച്ഛൻ അവകാശപ്പെട്ടതല്ലേ, അതുകൊണ്ട് എൻ്റെ പേരിൽ തന്നെ കിടക്കട്ടെ. ആവേശം കൊണ്ട് പറഞ്ഞു പോയത് അസ്ഥാനത്തായോ എന്ന് മനസ്സിൽ പറയുകയാണ് അനിരുദ്ധൻ. അവരെ ഒന്ന് നേരിൽ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അവന്തിക പറയുമ്പോൾ അതിനിപ്പോൾ സമയമായിട്ടില്ലെന്നും അനിരുദ്ധം പറയുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അർച്ചന എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണെന്ന് അനിരുദ്ധം പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എന്നെ ചതിച്ചവരോട് ഞാൻ ഒരിക്കലും ദയ കാണിക്കില്ല. എന്റെ അച്ഛനെ ചതിച്ചത് സേതുമാധവൻ മാത്രമല്ല, ഇനിയും ആളുകളുണ്ട്. നെല്ലിശ്ശേരി വീട് മുഴുവൻ അതിന് ഉത്തരവാദികളാണ്. ഇത് കേൾക്കുന്ന അനിരുദ്ധനും മൂർത്തിക്കും ആശ്വാസമാവുകയാണ്. എന്താണെങ്കിലും വക്കീലെ, നമുക്കൊരു തിരിച്ചടി ഉറപ്പായിട്ടും വരും. അത് നേരിടാനുള്ള ആയുധങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. അർച്ചന എന്തായുധം പ്രയോഗിച്ചാലും ഞാനതിനെ തകർത്തിരിക്കുമെന്നും അവന്തിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുവിന്റെ വീടാണ്. അവിടെ പാലുകാച്ചൽ ചടങ്ങ് നടക്കുന്നതാണ് കാണിക്കുന്നത്. സച്ചിയോട് നിലവിളക്ക് തെളിയിക്കാനായി സേതു പറയുമ്പോൾ അതൊന്നും വേണ്ടെന്നും ഇവിടുത്തെ ഐശ്വര്യമുള്ള കൈ അച്ഛൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് സേതുവിനെ നിർബന്ധിച്ച് വിളക്ക് തെളിയിപ്പിക്കുകയാണ് അർച്ചന. അങ്ങനെ സേതു വിളക്ക് തെളിയിച്ചതിന് ശേഷം അർച്ചന സന്ധ്യയെ വിളിക്കുകയാണ്. സന്ധ്യച്ചയാണ് ഇപ്പോൾ ഇവിടുത്തെ മൂത്ത മരുമകൾ, അതായത് ഞങ്ങളുടെ എല്ലാം അമ്മയുടെ സ്ഥാനത്താണ്. അതുകൊണ്ട് സന്ധ്യച്ച് തന്നെ സ്റ്റവിലേക്ക് തീ കത്തിച്ചാൽ മതിയെന്ന് അർച്ചന പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ഇത് കേൾക്കുന്ന സന്ധ്യ പറയുകയാണ്, നമ്മുടെ വീട്ടിലെ നാഥ അർച്ചന തന്നെയാണ്. അർച്ചനയുടെ കൈ കൊണ്ട് പാല് കാച്ചുന്നത് കാണാനാ ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടവും. അതുകൊണ്ട് അർച്ചന തന്നെ ഈ ചടങ്ങ് ചെയ്താൽ മതി. ആ പറഞ്ഞത് ശരിയാണെന്ന് നന്ദൻ പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും അത് ശരിവെക്കുകയാണ്. അങ്ങനെ സേതുവിൻ്റെ കാൽ തൊട്ട് കമലയുടെയും കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം പാല് കാച്ചുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. ഇത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.